ശേഷമില്ല. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നാഥൻ വരും നാളിൽ, നാഥനോടം നാളിൽ, നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിസ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം: ഉഷസ്സിലാകട്ടെ ആനന്ദഘോഷം വരുന്നു, ബട്ട് ജോയ് കംസ് ഇൻ ദ മോർണിംഗ്. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാനുമായി കർത്താവേ, ഞങ്ങളെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ആത്മാവാം ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഉഷസ്സിലാകട്ടെ ആനന്ദഘോഷം വരുന്നു, ജോയ് കംസ് ഇൻ ദ മോർണിംഗ്. ജീവിതം പകലും രാത്രിയും നിറഞ്ഞതാണ്. ഉദയസൂര്യൻ രശ്മികളെ ഉദ്ദീപിപ്പിച്ച് പ്രഭാതത്തെ സുന്ദരമാക്കുകയും മറഞ്ഞിരുന്ന ഇരുണ്ട രാത്രികളെയും നമുക്ക് നൽകാറുണ്ടല്ലേ. പകലിൻ്റെ ദൈർഘ്യം കൂടുവാനോ രാത്രിയുടെ ദൈർഘ്യം കുറക്കുവാനോ നമുക്കാർക്കും കഴിയില്ലല്ലോ. ദൈവമക്കളെ, സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ കഷ്ടതയുടേതായ ദൈർഘ്യവും സന്തോഷത്തിൻ്റെതായ ദൈർഘ്യവും നിശ്ചയിക്കുന്നത് നമ്മുടെ ദൈവമാണ്. എത്ര വലിയ സഹനങ്ങളുടെ രാത്രിയിൽ കൂടി കടന്നുപോയാലും ഒരു പ്രഭാതമുണ്ടെന്ന കാര്യം നമ്മളാരും വിസ്മരിക്കരുത്, മറക്കരുത്. രാത്രിയിൽ തിരമാലകളുടെ ആർത്തിരമ്പുന്ന ശബ്ദം വളരെ ഭയാനകമാണ്. രാത്രിയിൽ പല ജന്തുക്കളുടെയും ശബ്ദം പലരെയും പേടിപ്പിക്കാറുണ്ട്. രാത്രിയിൽ ഏകാന്തതയുണ്ട്, കരച്ചിലുണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? സങ്കീർത്തനം 30 അതിൻ്റെ 5-ാം തിരുവചനം: His anger lasts for only a moment, but his favor lasts for a person's whole life. Weeping can stay for the night, but joy comes in the morning. അവിടുത്തെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയ്ക്ക് കരച്ചിൽ വന്ന് രാത്രിയിൽ വസിക്കും. ഉഷസ്സിലാകട്ടെ ആനന്ദഘോഷം വരുന്നു. ഒരു രാത്രിയും അവസാനിക്കാതിരിക്കുകയില്ല, പ്രഭാതം ഉദിക്കാതിരിക്കുകയുമില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവിതം ജീവൻ തന്ന ഉടയവൻ തിരിച്ചെടുക്കുമ്പോൾ നാം രാത്രിയുടെ അനുഭവത്തിലേക്ക് വീണു പോകാം. പ്രതീക്ഷിക്കാത്ത കാർമേഘങ്ങൾ ജീവിതത്തെ മൂടുമ്പോൾ, പ്രതികൂലങ്ങളായ കൊടുങ്കാറ്റും പേമാരിയും ആഞ്ഞടിക്കുമ്പോൾ ജീവിതം കൂരിരുട്ടായി പോയി എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചേക്കാം. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇതേ അനുഭവത്തിൽ കൂടി കടന്നുപോയി. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് യേശു വിളിച്ചപ്പോൾ യേശുവിനെ സകലതും വിട്ട് അനുഗമിച്ചവരാണ് ശിഷ്യന്മാർ. കർത്താവ് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും അങ്ങനെ സ്ഥാപിക്കുന്ന രാജ്യത്തിൽ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന് വാഴാം എന്നും അവർ കരുതി. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ശിഷ്യന്മാർ ഉണ്ട്. അവരാണ് ഒറിജിനലായിട്ടുള്ള സമർപ്പണ ബോധമുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ശിഷ്യന്മാർക്ക് തലവേദന. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി യേശുവിനെ ക്രൂശിൽ തറച്ചത് കണ്ടപ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചുപോയി. അവർ നിരാശരായി. അവർ പല വഴി ചിതറിപ്പോയി. രാത്രിയുടെ യാമങ്ങളിൽ പലരും അവരുടെ പഴയ തൊഴിലേക്ക് തിരിച്ചുപോയി. നമുക്കത് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-3 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. സിമയോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവരും പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു.
പടകിൻ്റെ വലതു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ വീശി മീൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അനുസരിച്ചാൽ അനുഗ്രഹം. വലതുവശത്ത് ഇറക്കാൻ പറഞ്ഞ വലതുവശത്ത് തന്നെ ഇറക്കണേ. എല്ലാവർക്കും വളരെ സുപരിചിതവും കാണാപാഠവുമായ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഈ ഭാഗത്ത് 3 തരത്തിലുള്ള മീനുകളെ നമുക്ക് കാണാം. ഇവ ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് ആ 3 പ്രതീകങ്ങളെ ഒന്ന് കാണാം. ഒന്ന്, കടലും കടലിലെ മീനും. കടലും മീനും സഭയുടെ പ്രതീകമാണ്. വലയുമായി നിൽക്കുന്നവൻ്റെ വലയ്ക്കുള്ളിൽ കയറാതെ വഴുതിപ്പോകുന്ന മീനുകൾ. അങ്ങനെയുള്ളവർ ലോക ഇമ്പങ്ങളിലേക്ക് വഴുതിപ്പോകുന്നു. 2, വലയിൽ വീഴുന്ന മീനുകൾ. ഈ മീനുകൾ സ്വസ്ഥമായി വലയിൽ ഇരിക്കുന്നില്ല. വലയിൽ നിന്ന് പുറത്തു കടക്കുവാൻ അവർ വെമ്പുന്നു. മാത്രമല്ല, പിടഞ്ഞും ചാടിയും കുത്തിയും അടുത്ത മീനുകളെ ശല്യം ചെയ്യുന്നു. ഇതുപോലുള്ള മനുഷ്യർ സഭയ്ക്കുള്ളിൽ വിശ്വാസികളെ മുറിവേൽപ്പിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ചാടിയും പിടഞ്ഞും കുത്തിയും നിന്റെ കൂട്ടു വിശ്വാസിയാകുന്ന മീനിനെ മുറിവേൽപ്പിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹൃദയ തീരുമാനമെടുക്കുക. ഇന്നു മുതൽ ഞാൻ അത്തരത്തിലുള്ള പെടച്ചിലും ചാട്ടവും കുത്തും ഒന്നും ചെയ്യത്തില്ല എന്ന്. 3, കനലിൽ ചുട്ട മീൻ. അത് തീക്കനലിൽ സ്വയം വെന്തെരിഞ്ഞ മീനാണ്. അത് നല്ലപോലെ തീയിൽ മൊരിഞ്ഞ് ആളുകൾക്ക് പ്രയോജനമാകുന്ന മീനാണ്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മീനുകൾ സഭയിലുണ്ട്. സഭയിലായാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും തീ കൊണ്ട് വേവുവാനും മറ്റുള്ളവർക്ക് പ്രയോജനമായ രീതിയിൽ മൊരിയുവാനും അവർ തയ്യാറാണ്. അങ്ങനെയുള്ളവർ സഹനങ്ങളുടെ തീയിൽ കൂടി കടന്നു പോകുമ്പോൾ ത്യാഗമനോഭാവത്തോടെ അതിനെ സ്വീകരിക്കുകയും സ്വയം വെന്തിരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി മാറുകയും ചെയ്യുന്നു. യേശുവിനെ കൂടാതെയുള്ള ശിഷ്യന്മാരുടെ പ്രയത്നങ്ങൾ എല്ലാം വ്യർത്ഥമായി. യേശുവിൻ്റെ വചനം അനുസരിച്ച് വല വീശിയപ്പോൾ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ചാകര അവരുടെ ജീവിതത്തിൽ അവർ കണ്ടു. ഹല്ലേലൂയ. അനുസരിച്ചാൽ അനുഗ്രഹം. സന്തോഷത്തിൻ്റെ ചാകര വേണോ? അനുസരിക്കുക. എന്ത്? വചനമേറ്റെടുത്ത് അനുസരിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ പ്രയത്നങ്ങളെല്ലാം വ്യർത്ഥമായി എന്ന് തോന്നുന്ന അർദ്ധരാത്രികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ നിമിഷങ്ങളിൽ യേശുവിനെ മറന്ന് സ്വന്തം വഴികളിലും മാർഗങ്ങളും അന്വേഷിച്ചിട്ടുണ്ടോ? ഹൃദയവാതിൽ വന്ന് മുട്ടുന്ന യേശുവിൻ്റെ ശബ്ദം കേൾക്കാതെ, യേശുവിൻ്റെ സമീപം വരാതെ ലോക ഇമ്പങ്ങളിൽ ഒഴുകി നടക്കുന്നവരാണോ നാം? സഭയിലും ദേവാലയങ്ങളിലും പോകുന്നുണ്ട് എങ്കിലും പരസ്പരം ഭിന്നിച്ചും കുത്തിയും മുറിവേൽപ്പിച്ചും ഹൃദയത്തിലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാണോ നാം? അതോ തീയിൽ ചുട്ടെടുത്ത മീൻ പോലെ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും മറ്റുള്ളവർക്ക് പ്രയോജനമായി മാറുവാൻ തയ്യാറുള്ളവരാണോ? എങ്കിൽ ഭയപ്പെടേണ്ട. അർദ്ധരാത്രിയിൽ യേശു മണവാളൻ വരും നമ്മെ ചേർക്കുവാൻ, മാറോടണയ്ക്കുവാൻ. അതിനാൽ നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടങ്ങളും രാത്രികളും സാരമില്ല. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇതിന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പ്രഭാതം കൂടെ കാണുവാനും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിനം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കുടുംബത്തിലും കൂട്ടായ്മയിലും കല്ലിന്മേൽ സമർപ്പിക്കപ്പെട്ട വെന്തു മൊരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള മത്സ്യങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ ആത്മനിറവിനാൽ അനുഗ്രഹിക്കണം. അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ ദിനത്തിൽ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങേ രക്ഷകനാഥനുമായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. കർത്താവേ, സ്വർഗീയ സത്യം തിരിച്ചറിഞ്ഞ് ആരെയാണ് അനുസരിക്കേണ്ടതെന്നുള്ള ബോധ്യത്തോടെ സ്വർഗീയ പ്രകാശത്തോടെ മക്കൾ ജീവിക്കുവാൻ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന കുടുംബങ്ങളായി
ജീവിക്കുവാൻ. യേശുവിൻ്റെ അമ്മയെ വിശുദ്ധ മറിയത്തെ, ആ മറിയത്തിന്റെ കൽപ്പന ഏറ്റെടുത്ത് പുത്രനെ അനുസരിക്കുന്ന, തിരുവചനം അനുസരിക്കുന്ന വിശുദ്ധ കുടുംബങ്ങളായി ഓരോ കുടുംബവും മാറട്ടെ എന്ന് കർത്താവേ ഈ സമയത്ത് ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല ഹൃദയത്തിലെ മുറിവുകൾ സൗഖ്യമാകട്ടെ. വാക്കുകൊണ്ട് ഹൃദയത്തിലേറ്റിരിക്കുന്ന സകല മുറിവുകളും കർത്താവിന്റെ പരിശുദ്ധ തൈലത്താൽ സൗഖ്യമാകട്ടെ. അപ്പാ, അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി, ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, ബിസിനസിന്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജയോത്സവമായി അവിടുന്ന് അവരെ വഴി നടത്തണമേ. അവർ അറ്റൻഡ് ചെയ്യുന്ന ഓരോ എക്സാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവേ, കുഞ്ഞുങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകാതെ അവിടുത്തെ തിരുകൃപയിൽ അവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ ദുഷ്ടശക്തികളെ തിരിച്ചറിയാനുള്ള സ്വർഗീയ പരിജ്ഞാനം മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുന്ന സ്കൂളും കോളേജിനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും കൂടെ പഠിക്കുന്ന സഹപാഠികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റഷ്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉക്രൈനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ ഹല്ലേലൂയ അന്തരീക്ഷം ഇരു രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവേ, യുദ്ധത്തിന്റെ കെടുതിയിൽ വേദന അനുഭവിക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. അവരെയെല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. സിറിയയിലുള്ള ക്രൈസ്തവരായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ രാജ്യത്ത് നടമാടുന്ന ദുഷ്ടശക്തിയുടെ പ്രവർത്തനങ്ങൾ ആ ദേശമണ്ഡലത്തിന് വിട്ടുമാറട്ടെ എന്ന് അധികാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹല്ലേലൂയ സ്വർഗീയ ആനന്ദം, സമാധാനം, സന്തോഷം അവരനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ടുള്ള എല്ലാ വേദനകളും സഹിക്കുവാനുള്ള ശക്തി അവർക്ക് അവിടെ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ തമ്മിലുള്ള കലഹം വിട്ടുമാറട്ടെ. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. നാളെക്കുറിച്ചുള്ള ആകുലതകൾ മാറിപ്പോട്ടെ. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്ന് വിവിധ ആവശ്യങ്ങൾക്കായി പുറപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് നിവൃത്തീകരിക്കുവാൻ സ്വർഗം ദൂതന്മാരെ അയക്കുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും കേൾക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഭൂവിലെ വാസമതെന്നു തീരും, അന്നു പറന്നു നാം ചെന്നു ചേരും. സുന്ദരമന്ദിരം ശുദ്ധരാം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. സുന്ദരമന്ദിരം ശുദ്ധരാം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ.